ബഹുമാനപ്പെട്ട സാഹിത്യപ്രേമികളെ, എത്രയോ വർഷമെടുത്ത് എനിക്ക് ആദ്യമായിട്ടൊരു സാഹിത്യ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ വേണ്ടി. ഞാൻ കരുതി തൃശ്ശൂർ സാഹിത്യത്തിൻ്റെ കേന്ദ്രമാണ്, ഇതിനടുത്ത് വന്ന് താമസിച്ചാലെങ്കിലും സാഹിത്യ പ്രേമികൾ നമ്മളെ ഒന്ന് അംഗീകരിക്കുന്നു. കാര്യം ഈ സാഹിത്യ ലോകത്ത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരിലൊന്നാണ് ഈ വ്യവസായികൾ. ആ വ്യവസായികൾ സാഹിത്യം കൈകാര്യം ചെയ്യാൻ പാടില്ലെന്ന് എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെ വെറും സ്പോൺസേഴ്സായിട്ട് മാത്രമേ പലപ്പോഴും വിളിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് സാഹിത്യം നന്നായിട്ട് വഴങ്ങും. ഞങ്ങളുടെ തൂലിക ആരുടെ മുന്നിലും വളയത്തില്ല, ചരിയത്തില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നട്ടലോടുകൂടി പറയും. പക്ഷേ അത് തിരിച്ചറിയാൻ മാത്രം അങ്ങോട്ട് സമൂഹം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എന്നെപ്പോലുള്ള ഒരുപാട് പേര്, എനിക്കറിയാവുന്ന വ്യവസായികളിൽ ഒരുപാട് പേര് നന്നായിട്ട് എഴുതുന്നവരുണ്ട്. അവരെ ആരെയും ഞാൻ ഒരു സാഹിത്യ ചടങ്ങിലും സാഹിത്യകാരനായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. അതെൻ്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എനിവേ, ആദ്യമായിട്ട് അതിന് ഒരു അവസരം തന്നതിന് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഭയങ്കര ഞെട്ടി. കാര്യം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ സാഹിത്യ സദസ്സാണ്, വരണം, എല്ലാവരെയും മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. വരുമ്പോഴാണ് ശ്രീ MD എൻ്റെ അടുത്ത് രാവിലെ ഞങ്ങളൊരു 1.5 മണിക്കൂർ സാഹിത്യ ചർച്ച നടത്തി. പുള്ളി ഒരു വരട്ടെ നേരത്തെ, നിങ്ങൾ ഭയങ്കര ഒരു സദസ്സിനെയാണ്, 10,000-2000 പേര് 3000 പേരെയൊക്കെയാണ് തൃശ്ശൂർ എല്ലാം കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചടാ, ഇത് ആദ്യമായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നിടത്ത് ഈ 2000 സാഹിത്യകാരന്മാരിലാണ് വന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് പുള്ളി ഒരു തള്ളു. എനിവേ, സദസ്യരുടെ എണ്ണത്തിലല്ല, അവരുടെ അത് കേൾക്കുവാനുള്ള ആ മനസ്സിനെയാണ് നമ്മളെപ്പോഴും അംഗീകരിക്കേണ്ടത്. പിന്നെ അടുത്തത് ഈ ചടങ്ങിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു കാര്യം, അതായത് നമ്മളെപ്പോഴും ഒരു ചടങ്ങിന് പോകുമ്പോൾ നമുക്ക് ടേക്ക് അവേ എന്തെങ്കിലും ഉണ്ടാവണ്ടേ. അപ്പോൾ അതിൽ ഒന്നായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, 100-ൽ ഏറെ പുസ്തകം എഴുതിയ ഒരാളെ ഈ വേദിയിലുള്ളത്. ഞാൻ സത്യം പറയുകയാണ്, ഈ ഫുൾ ടൈം എഴുത്തുകാരാണെങ്കിൽ 100 അല്ല, മിനിമം 150 പുസ്തകം എങ്കിലും എഴുതിയേ പറ്റത്തുള്ളൂ. 150 കുറവെന്നേ ഞാൻ പറയും. കാര്യം ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ സമയത്തിനെ കാൽക്കുലേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സമയത്തിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വ്യവസായത്തിൽ ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ എഴുത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ മൊത്തം ജോബുകളിൽ 10% മാത്രമേ ഞാൻ സാഹിത്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഒരു പേജ് എഴുതാനായിട്ട് 1 മണിക്കൂർ എടുക്കാൻ പാടില്ല ഒരു എഴുത്തുകാരൻ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സിനിമയിലെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പേജ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് കണ്ടൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ടാണ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു പേജിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി എഴുത്തുകാരൻ 1 മണിക്കൂറിനകത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ എഴുത്തുകാരന് എന്തൊക്കെയോ പരിമിതികളുണ്ട്. അതായത് വായിച്ചറിവോ അല്ലെങ്കിൽ യാത്ര ചെയ്തുള്ള അറിവോ ഒക്കെ കുറവുമ്പോഴാണ് നമ്മൾ തപ്പിത്തടയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, ആ ഒരു പേസിൽ പോവുകയാണെങ്കിൽ 1 മാസം ഒരു പുസ്തകം നമ്മൾ തീർത്തിരിക്കണം. ആ കണക്കിൽ പോയാൽ 1 വർഷം 12 പുസ്തകം തീർത്തിരിക്കണം. 10 വർഷമാകുമ്പോൾ 120 ആ കണക്കിന് പോയി കഴിഞ്ഞാൽ 60 വർഷം ഒരു എഴുത്തുകാരൻ തൂലിക എടുത്തിട്ടുണ്ടെങ്കിൽ 80 വയസ്സ് വരെയും തൂലിക എടുക്കുകയാണെങ്കിൽ എത്ര പുസ്തകമാണെന്ന് അയച്ചു നോക്കി. പക്ഷേ അതൊരിക്കലും ആവില്ല. അവിടെയാണ് നമ്മൾ അതിൽ എത്ര പുസ്തകം നമ്മൾ എഴുതി, അതാണ് നമ്മളുടെ എഫിഷ്യൻസി. ഞാനിത് പറയുന്നത് എൻ്റെ ഡോക്ടറേറ്റ് സബ്ജക്റ്റാണ് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. അവിടെ നമ്മൾ ടൈമിനെ എഫിഷ്യൻസിയെ കൂടെ കണക്ട് ചെയ്യുമ്പം നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മളുടെ എഫിഷ്യൻസി. ആ രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഈ 100 പുസ്തകം എഴുതിയ എഴുത്തുകാരി ഫുൾ ടൈം എഴുത്തുകാരി അല്ല. ഞാൻ അടുത്തിരുന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ കോഴിക്കോട് ഗ്രാമീണ ബാങ്കിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയതെന്ന്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു എഴുത്തുകാരനും പൂർണ്ണമായും തൂലിക മറ്റൊരു തൊഴിൽ മടക്കി വെച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിനുവേണ്ടി ശ്രമിക്കാം, അതിന് സാധ്യമാവണം. ഞങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെയാണ്. നമ്മളുടെ ഉള്ളിലൊരു പാഷനുണ്ട്, ഒരു ടാലൻ്റ് ഉണ്ട്.
അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഞാൻ കലാകാരനാണ്, ഞാൻ എഴുത്തുകാരനാണ്, ഞാൻ വേറൊരു തൊഴിലൊന്നും ചെയ്യില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനെ നോക്കുവാൻ വേണ്ടി ഒരുപക്ഷെ തൂലികയിൽ നിന്ന് നമുക്ക് പണം കിട്ടിയ, അതേസമയം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എഴുത്തുകാരൻ എഴുത്ത് മാത്രമല്ല, പുസ്തകം മാത്രമല്ല എഴുതേണ്ടത്. എഴുതിയ പുസ്തകം വായിക്കപ്പെടണമെങ്കിൽ അത് വായനക്കാരുണ്ടാവണം. വായനക്കാരെ വളർത്തുവാൻ അവൻ എഴുതു എന്നുകൂടി തിരിച്ചറിയണം. ഇവിടെ പുസ്തകം എഴുതിയവരെല്ലാം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങൾ എഴുതിയ പുസ്തകത്തിൻ്റെ അത്രയും എണ്ണത്തിൽ വായനക്കാരെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരു വായനക്കാരനെ എങ്ങനെ സൃഷ്ടിക്കണം? അത് ചെറുപ്പത്തിൽ തുടങ്ങണം. ഞാനിത് പറയുന്നത് എന്നെ വായന പഠിപ്പിച്ചത് എൻ്റെ സ്കൂളിലെ മാഷന്മാരോ സ്കൂളിലോ ഒന്നുമല്ല. എൻ്റെ അമ്മ എന്നെ കൊണ്ട് വായന പഠിപ്പിച്ചതാണ്. എങ്ങനെ പുസ്തകം വായിക്കണം, എങ്ങനെ പുസ്തകം തിരഞ്ഞെടുക്കണം, എങ്ങനെ എഴുതി തുടങ്ങണം, എങ്ങനെ അതിൽ ചമത്കാരങ്ങൾ വരുത്തണം, എങ്ങനെ അതിൽ ഭാവന കലർത്തണം, ഇതെല്ലാം അമ്മയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചത്. അത് ഒരുപക്ഷെ എൻ്റെ ഭാഗ്യമായിരിക്കും. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അവിടെയാണ് നമുക്ക് മെൻറ്റേഴ്സ്, ഈ എഴുത്തുകാരെല്ലാം മെൻറ്റേഴ്സായിട്ട് മാറണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ടീച്ചർ ആൻഡ് മെൻറ്ററിൻ്റെ ഉള്ള വ്യത്യാസം എന്താണ്? ടീച്ചേഴ്സ് എല്ലാം ശമ്പളത്തിന് വേണ്ടി വിദ്യ പകർന്നു കൊടുക്കുന്നവരാണ്. മെൻറ്റേഴ്സ് അതല്ല. അവർ പണം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ പോക്ക് നിർത്തുന്നവരായിരിക്കും ചിലപ്പോൾ പല. മെൻറ്റേഴ്സ് ലൈഫ് ലോങ്, അവരൊരിക്കലും ഗുരുദക്ഷിണ പോലും ചിലപ്പം വാങ്ങിയെന്ന് വരത്തില്ല. അവർ അത് ചോദിക്കാതെ തന്നെ ആരെങ്കിലും തന്നാൽ വാങ്ങും. ഗുരുദക്ഷിണ ചോദിച്ച് വാങ്ങുന്ന അധ്യാപകരുടെ ഒരു ലോകത്താണ് നമ്മൾ പഠിച്ച് വളർന്നതെന്നൂടെ തിരിച്ചറിയണം. നിങ്ങളും ഞാനും എല്ലാം 50,000 മണിക്കൂറുകളോളം അക്കാഡമിക്സിൽ ചിലവഴിച്ചിട്ടും നമ്മളെ ആരും വായനാശീലം നിങ്ങൾ എങ്ങനെ ഒരു പുസ്തകം വായിക്കണം, പുസ്തകത്തിൻ്റെ തലങ്ങൾ എന്താണ്, ഇതൊന്നും ആരും ഇപ്പോൾ നമ്മൾ കടന്നു കൊണ്ടുപോയിരിക്കുന്ന മാറ്റം എയുടെ ലോകത്തിലേക്കാണ്. ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഞങ്ങളുടെ സ്ഥാപനം ഫേസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എയുടെ കടന്നു വരവാണ്. നാളെ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ മുന്നിൽ കാണുമ്പോഴാണ് വ്യത്യസ്തമായ ലോകത്തിലേക്ക്, ശിലായുഗത്തിലെ വ്യക്തികളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് വിടും. അത് എഴുത്തു ലോകത്തും സംഭവിക്കാൻ പോകുന്നതാണ്. ഞങ്ങളെല്ലാം അതിനുവേണ്ടി മുൻകരുതൽ എന്ന നിലയിൽ കഴിഞ്ഞ മാസം ഞാൻ ഏതാണ്ട് 30ഓളം മണിക്കൂറുകളാണ് കഴിഞ്ഞ 2 മാസത്തിൽ എയുടെ പഠനം നടത്തിയത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും അത് പഠിച്ചേ പറ്റത്തുള്ളൂ. എവിടെയാണ് ഒരു ഓഫീസ് ബോയ് തൊട്ട് മുകളിൽ വരെ എല്ലാവർക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, അതിന് ഞങ്ങൾ തന്നെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പല സ്കൂളിലും കോളേജിലും ഞാൻ പോയി ഇത് പറയുന്നുണ്ട്. പക്ഷേ എഴുത്തുകാർക്കിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിൽ വരുത്താൻ പോകുന്ന കുറിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഇനി നിങ്ങളുടെ ഭാഷയിൽ എഴുതുവാൻ നിങ്ങളുടെ രചനാശൈലി ഏറ്റെടുത്തിട്ട് നിങ്ങൾ പോലും തിരിച്ചറിയത്തില്ല. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പേരിൽ പുസ്തകം വന്നിരിക്കുമ്പോൾ ഇത് ഞാനാണോ എഴുതിയതെന്ന് തോന്നുന്നു. കാര്യം വായിക്കുന്നവർക്കെല്ലാം നിങ്ങളെക്കാളും ചിലപ്പോൾ നല്ല ഭാവന കൊണ്ടുവന്നിരിക്കും. കാര്യം സെർച്ച് ചെയ്യുന്നത് മില്യൺസ് ഓഫ് എഴുത്തുകാരിൽ നിന്നും അവരുടെ എല്ലാം ഭാവനകൾ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ രചനാശൈലിയുമായി ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ടാർഗറ്റ്, ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് അടുത്ത 5 വർഷത്തിൽ ടെക്നിക്കൽ എനിക്കറിയാവുന്ന മേഖലയിൽ 100 പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. ടെക്നിക്കൽ പുസ്തകങ്ങൾ. ഈ 100 പുസ്തകത്തിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ എഞ്ചിനീയറിംഗ് കോളേജസിലെല്ലാം പോകേണ്ടതാണ്. കാര്യം ഞങ്ങളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇന്ന് വരെ നടക്കുന്ന കാര്യങ്ങൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളടക്കം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കുട്ടിക്കും റെഫറൻസിന് വേണ്ടി ഞങ്ങളുടെ ഒരു പ്രോജക്റ്റാണ്. കാര്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് അക്കാഡമിക്സിലെ ഇൻഡസ്ട്രി കാണാത്ത അധ്യാപകരിൽ നിന്നാണ്. അതിന് മാറ്റം വരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തുടക്കം കുറിച്ച ലോകത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഞങ്ങളുടെ നോളജിനെ പുസ്തകങ്ങളിലേക്ക് പകർത്തുന്നത്, അത് അവർക്ക് വേണ്ടി കൊടുക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ സിനിമകൾ ഉണ്ടാക്കുന്നത്. അവരുടെ മുന്നിലേക്ക് 200 പേജിൻ്റെ ഒരു പുസ്തകം ഞങ്ങൾക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് ടെക്നോളജി മാറുകയാണ്. ഇനി മുതൽ നിങ്ങൾ കാണുന്ന സിനിമകളിൽ പിന്നിൽ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. തിരിച്ചറിയുക. കഴിഞ്ഞ ഗോവ ഫിലിം ഫെസ്റ്റിവൽ നടന്ന ലോകത്തിലെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ വിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ദിവസത്തെ പോലും ഷൂട്ടിൻ്റെ ആവശ്യം വന്നില്ല. കഴിഞ്ഞ മാസം ട്രിവാൻഡ്രത്ത് നടത്തിയ ഫിലിം ഫെസ്റ്റിവലിൽ 500 മൂവീസാണ് വന്നത് 50 രാജ്യങ്ങളിൽ നിന്ന്. ജൂറിക്ക് അതിനകത്ത് ഒരു ചിത്രം പോലും ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് മാറുന്നത്. ആ ലോകത്തിലേക്ക് വരുമ്പോൾ നാളെ പുസ്തകം വായിക്കാൻ അറിയാത്ത ഒരു ലോകമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. തിരിച്ചറിയുക. അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ല. കാര്യം
എന്തെഴുതിയാലും ഏത് ഭാഷയിലുള്ളതാണെങ്കിലും ഞാൻ വെക്കുന്ന മെറ്റാ ക്ലാസ്സിന് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് ഓഡിയോ വേർഷനിലേക്ക് തരാം. നിങ്ങൾ തരുന്ന പുസ്തകത്തിനെ ഓൺ ദ സ്പോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെറും 3 മിനിറ്റ് ഒരു കണ്ടൻറ്റായിട്ട് അതെന്താണെന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കും. എനിക്ക് വായിക്കേണ്ട കാര്യമില്ല. ആ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്ക് നോവൽ എഴുതാൻ പറയേണ്ടതില്ല. എൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുസ്തകമായിട്ട് എൻ്റെ മുന്നിൽ വന്നിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന 100 പുസ്തകങ്ങൾ, ടെക്നിക്കൽ പുസ്തകങ്ങൾക്ക് വേണ്ടി എനിക്ക് കുത്തിയിരുന്ന് എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഏയുടെ സഹായത്തോടു കൂടിയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ചാപ്റ്റേഴ്സ് തിരിക്കുന്നു. വളരെ ക്രിസ്പിയായിട്ട് എനിക്ക് അതിന് വേണ്ടി 10 മണിക്കൂറാണ് ഒരു പുസ്തകത്തിന് വേണ്ടി മൊത്തം ചിലവഴിക്കാൻ സാധിക്കുക. ആ 10 മണിക്കൂറിനെയാണ് എയുടെ ബലത്തോടു കൂടി ഒരു ടീമോട് കൂടി ഇതിൻ്റെ കാര്യം പ്രൂഫ് റീഡിങ് പോലും ചെയ്യുവാൻ ഇന്ന് എയുടെ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഇതാണ് ഡിഫറെൻറ്റ് ലൈബ്രറിയിലേക്ക് പോകുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യം പഠിച്ചേ പറ്റത്തുള്ളൂ. എഴുത്തുകാരൻ പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ പുതിയ ആശയങ്ങളും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതും എയോടുകൂടി ചേർത്താൽ മാത്രമേ എത്തത്തുള്ളൂ. ഒപ്പം തന്നെ വായിക്കുവാൻ, ഇത് വായിച്ച് വളരുന്നൊരു സമൂഹത്തെ ഇതിന് പാരലായിട്ട് സൃഷ്ടിക്കണമെങ്കിൽ എല്ലാവരും 100 പേരും കുട്ടികളും അടുത്ത തലമുറയിൽ ഇത് വായിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരെ നമ്മൾക്ക് വളർത്തിയെടുക്കണം. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സ്കൂൾസിൽ ടാലൻറ്റ് ക്ലബ്സ് തുടങ്ങി, അവിടെ റീഡിംഗ് ക്ലബ്സ് തുടങ്ങിയാണ്. കുട്ടികളെ വായിച്ചുകൂടി പഠിപ്പിക്കുക എന്നുള്ള ഒരു ആശയമാണ്. തീർച്ചയായിട്ടും ഇവിടെ എഴുതുന്ന ഇവിടുത്തെ എല്ലാ സാഹിത്യകാരും, ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും അത് നിങ്ങളുടെ കടമയായി കണ്ടുകൊണ്ട് നിങ്ങൾ മെൻറ്റേഴ്സായിട്ട് മാറണം. ആ മെൻറ്റേഴ്സായിട്ട് മാറിക്കൊണ്ട് ഒരാളെ 10 പേരെങ്കിൽ 10 പേരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകം മാറാല പിടിച്ച് എഴുത്തുകാരുടെ ശ്മശാനങ്ങളായ ലൈബ്രറികളിൽ, കാര്യം മരിച്ചുപോയവരുടെ മാത്രം പുസ്തകങ്ങൾ ചിലപ്പം ഉണ്ടാകുന്ന ലൈബ്രറികളായിരിക്കും. കാര്യം ന്യൂ ജനറേഷൻ ഒരിക്കലും ആ ലൈബ്രറിയിൽ പോയി ചിലപ്പം പുസ്തകം വാങ്ങിയെന്ന് വരത്തില്ല. അവരുടെ മുന്നിൽ അവരുടെ ഡിജിറ്റൽ ബോർഡിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. നാളെ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത ലോകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒരു മെറ്റാ ഗ്ലാസ് മാത്രമായിരിക്കും ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ളത്. അവൻ്റെ മുന്നിൽ ഒരു ഇമ്മേഴ്സ് വേൾഡ് അവൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു 3D വേൾഡ്. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലെങ്കിൽ, ലോക പരിചയമില്ലെങ്കിൽ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചാലേ ലോകത്തിൻ്റെ കൾച്ചർ അറിയത്തുള്ളൂ, ലോകത്തിലെ മാറ്റങ്ങൾ അറിയത്തുള്ളൂ. ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് തൂലിക ചലിപ്പിച്ചാൽ മാത്രമേ നാളെയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന പുസ്തകം നിങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് സായുജ്യമടയേണ്ടി വരും. അതുണ്ടാവാതിരിക്കട്ടെ. ഇതുപോലെയുള്ള സാഹിത്യ സംഗമങ്ങൾ, അതിനുള്ള വേദികളാവട്ടെ. ഈ പുസ്തക ചർച്ചകൾ മാത്രമല്ല, ഈ വേദിയിലേക്ക് ന്യൂ ജനറേഷനിലേക്ക് എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് എനിക്ക് ഇവിടുന്ന് ആകെ 1-2 പേരെ മാത്രമേ കാണുന്നുള്ളൂ. അതും ഞാൻ വായിച്ചു തുടങ്ങിയത് 10 വയസ്സിന് താഴെയാണ്. ആ പ്രായത്തിലുള്ളവരെ ആരെയും ഞാനിവിടെ കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഒരു പുസ്തകത്തോടൊപ്പം 10 വായനക്കാരെ കൂടി സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.